ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിഫ്റ്റി 50 കഴിഞ്ഞ 3 സെഷനുകളിൽ ഏകദേശം 3% റാലി ചെയ്തതിനു ശേഷം പ്രധാന 24,000 നിലയിലേക്ക് സമീപിക്കുന്നു. മാർച്ചിന്റെ തുടക്കത്തിൽ 8% ക്രഷ് ഓർഡർ ചെയ്തതിനു ശേഷം ഷോർട്ട് കവറിംഗ് അവസരങ്ങളുടെ വാങ്ങൽ മുഖ്യ പ്രേരകമായി. ഈ വീണ്ടെടുക്കൽ വ്യാപകമായിരുന്നു. IT, റിയാലിറ്റി, ഓട്ടോ സ്റ്റോക്കുകൾക്ക് നേതൃത്വം നൽകി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റുകളും പിന്തുണ നൽകി. എങ്കിലും മെച്ചപ്പെട്ട മൊമെന്റം നിലനിൽക്കുമ്പോഴും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലകൾ ബ്രന്റ് $103 ബാരലിന് മുകളിൽ നിലനിൽക്കുന്നു. ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് ഹോർമൂസ് സ്ട്രൈറ്റിൽ തടസ്സങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ തുടരുന്നു. സാങ്കേതിക സൂചകങ്ങൾ പോസിറ്റീവ് ബയസ് സൂചിപ്പിക്കുന്നുവെങ്കിലും 24,000 എന്നത് ഒരു നിർണായക പ്രതിരോധ നിലയാണ്. ഉറപ്പുള്ള വാങ്ങലിന്റെ ശക്തി ആവശ്യമാണ് ഉയരാൻ. നിഫ്റ്റി 50 സാങ്കേതിക ശക്തി മെച്ചപ്പെടുന്നത് കാണിക്കുന്നു. 24,000 മാർക്ക് നേരെ നീക്കാനുള്ള സാധ്യത ഉയരുന്നുവെങ്കിലും പ്രധാന തടസ്സങ്ങൾ നിലനിൽക്കുന്നു. RSI പോലുള്ള സൂചകങ്ങൾ ഓവർസോൾഡ് നിലയിൽ നിന്ന് ഉയർന്നു വന്നു. ഇപ്പോൾ ബുള്ളിഷ് ക്രോസ് ഓവർ ഇണങ്ങിയിട്ടുണ്ട്. പോസിറ്റീവ് മൊമെന്റം സൂചിപ്പിക്കുന്നു. അടുത്ത കാലത്തെ വിലയിടപാട് വീണ്ടെടുക്കൽ ട്രെൻഡ് പിന്തുണയ്ക്കുന്നു. ഡെയിലി ചാർട്ടിൽ പിയേഴ്സിംഗ് ലൈൻ പോലുള്ള ബുള്ളിഷ് പാറ്റേൺ, മണിക്കൂറിൽ ക്രിയേറ്റ് ആയ ചാനൽ ബ്രേക്ക്ഔട്ട്, 23.6% ഫിബൊനാച്ചി റിട്രേസ്മെന്റ് നിലയ്ക്ക് മുകളിൽ ക്ലോസ് എന്നിവയും ഉൾപ്പെടുന്നു. എങ്കിലും 23,850 മുതൽ 24,000 വരെ മേഖല ശക്തമായ പ്രതിരോധ ബാൻഡായി തുടരുന്നു. ചരിത്രപരമായി പിന്തുണയും പ്രതിരോധവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നിലവിളിൽ കനത്ത കോൾ റൈറ്റിംഗ് ഇപ്പോൾ ഉയരത്തെ നിയന്ത്രിക്കുന്നു. ഇൻഡെക്സ് ബ്രേക്ക്ഔട്ട് തുടർച്ചയുള്ളതാക്കാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നിർണായക നീക്കത്തിന് നിഫ്റ്റി ഉറപ്പായും 23,850 മുകളിൽ കടക്കണം. അത് സംഭവിച്ചാൽ അടുത്ത സാധ്യതയുള്ള ഉയർച്ച ലക്ഷ്യങ്ങൾ 24,200 മുതൽ 24,300 വരെ പരിധിയിൽ. 21 ദിവസ EMA നിര സമീപമാണ്. താഴേക്ക് 23,500 എങ്കിൽ പ്രധാന പിന്തുണാ നിലയായി നിലനിർത്താനാകും. ഇറാഖിലെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിലേക്ക് ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾക്ക് ശേഷം ഏകദേശം 10% ഉയർന്ന് ഏകദേശം $110 എത്തി. മിഡിൽ ഈസ്റ്റ് സംഘർഷം ശക്തിപ്പെട്ടു. എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു. ഹോർമൂസ് സ്ട്രെയിറ്റ് വഴി ഏകദേശം 20% ആഗോള എണ്ണ പ്രവഹിക്കുന്നു. ഉപഭോഗം സംബന്ധിച്ച ഗൗരവമുള്ള ആശങ്കകൾ ഉയരുന്നു. എണ്ണവിലകളിൽ ദീർഘകാല അസ്ഥിരതയുടെ സാധ്യത ആഗോള മാർക്കറ്റുകളും പണപ്പെരുപ്പവും ബാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. US ഫെഡറൽ റിസർവ് വീണ്ടും നിരക്കുകൾ മാറ്റാതെ നിലനിർത്തുമെന്ന് വ്യാപകമായി പ്രതീക്ഷിക്കുന്നു. ട്രേഡർമാർക്ക് വെറും ഒരു 25 ബേസിസ് പോയിന്റ് കുറവ് സാധ്യത. സെപ്റ്റംബർ US ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന എണ്ണ, ഗ്യാസ് ആൻഡ് വിത്തുവിലകൾ നിരക്കുകൾ നീണ്ടുകിടക്കാൻ കാരണമാകാം. മുൻപ് ഈ വർഷം കുറവാക്കിയ നിരക്കുകൾക്ക് ബാക്കിയുള്ള പിന്തുണയുണ്ടെങ്കിലും GSP ക്രോപ്പ് സയൻസ് IPO 1.64 തവണ സബ്സ്ക്രിപ്ഷനുമായി സമാപിച്ചു. സ്ഥാപനങ്ങൾക്കുള്ള താൽപര്യത്തിന്റെ മൂലം. മൊത്തം ഇഷ്യൂ വലിപ്പം $400 കോടി. കമ്പനി പ്രൊസീഡ് കടമടയ്ക്കാനും പ്രവർത്തന ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. NII സെഗ്മെന്റിൽ ശക്തമായ ഡിമാൻഡ്. GMP ലിസ്റ്റിംഗ് ഫ്ലാറ്റ് സൂചിപ്പിക്കുന്നു. KKR PMI ഇലക്ട്രോയിൽ $310 മില്യൺ നിക്ഷേപിക്കാൻ സജ്ജമാണ്. ഇലക്ട്രിക് ബസ് പ്ലാറ്റ്ഫോം ഓൾ ഫ്ലീറ്റ് വികസിപ്പിക്കുകയും നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ. ഈ ഇടപാട് KKR ഓൾ ഫ്ലീറ്റിൽ മേജറിറ്റി സ്റ്റേക്ക്, PMI ഇലക്ട്രോയിൽ മൈനോറിറ്റി സ്റ്റേക്ക് നേടുന്നതായിരിക്കും. ഇന്ത്യയിലെ ആദ്യ ക്ലൈമറ്റ് ട്രാൻസിഷൻ നിക്ഷേപമായി KKR ഏഷ്യ പസഫിക് ക്ലൈമറ്റ് ട്രാൻസിഷൻ ഹെഡ് നീൽ അരോറ ഇന്ത്യയുടെ സ്കെയിൽ, നഗരവൽക്കരണം, ഡീകാർബണൈസേഷൻ ലക്ഷ്യങ്ങൾ പ്രധാന പ്രേരകങ്ങളാണെന്ന് ഉദ്ധരിച്ചു. US പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് PPI ഡാറ്റ പുറത്തുവന്നതിന് ശേഷം ക്രൂഡ് ഓയിൽ വിലയിൽ ശക്തമായ റീബൗണ്ട്. സുരക്ഷാ ഹേവൻ ഡിമാൻഡ് തണുത്തതിനാൽ സ്വർണം, വെള്ളി വിലകൾ കിഴിവ് നേടി. കോമെക്സ് സ്വർണം $171 കുറഞ്ഞ് ഏകദേശം $4,837 പ്രതി ഓൺസായി താഴേക്ക് പോയി. $5,000 പ്രധാന നിലതാലി കടന്ന് മാസങ്ങളിലെ ഏറ്റവും താഴ്ന്നത്. വെള്ളി $4.30 കുറഞ്ഞ് ഏകദേശം $76.63. ഇപ്പോഴത്തെ മാസത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾക്കൊപ്പം ഉയർന്ന പണപ്പെരുപ്പം നിരക്കുകൾ കുറയ്ക്കാനുള്ള പ്രതീക്ഷ കുറച്ചു. US ഡോളർ ശക്തിപ്പെട്ടു. ഇതും സാധാരണയായി വിലയിടപാട് മെറ്റലുകൾക്ക് സമ്മർദ്ദം നൽകുന്നു. എണ്ണവിലയുടെ വൻ പ്രവൃത്തി കൂടി സുരക്ഷാ ഡിമാൻഡ്. സ്വർണം, വെള്ളി നീക്കം ചെയ്തു. സമീപകാല വിപണി സെന്റിമെന്റ്സ് മന്ദഗതിയിൽ തന്നെ തുടരുന്നു. ഇയർ ടു ഡേറ്റ് നേട്ടങ്ങൾക്കിടയിലും സെനറ്റ് അംഗങ്ങൾക്ക് വിമാനത്താവള സുരക്ഷ. US സെനറ്റർ ജോൺ കോർണിൻ നിയമം അവതരിപ്പിച്ചു. TSA പ്രത്യേക ചികിത്സ അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് സമാനം സ്ക്രീനിംഗ് നടത്താൻ ആവശ്യപ്പെടുന്നു. ഫെഡറൽ ഫണ്ട് ഉപയോഗം തടഞ്ഞു. നീക്കം നീതിക്കായി. മൈക്രോൺ ടെക്നോളജി ഓഹരികൾ തങ്ങളുടെ സാമ്പത്തിക രണ്ടാം പാദ വരുമാനങ്ങൾക്ക് മുമ്പായി റാലി തുടർന്നു. മെമ്മറി ചിപ്പ് വില ഉയർന്ന പ്രതീക്ഷയിൽ. DRAM NAND വിപണികളിലെ പ്രധാന പങ്കാളിയായ കമ്പനി 2026
ഉയർന്ന ഡിമാൻഡ് മൂലം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അനാലിസ്റ്റുകൾ കണക്കുകൂട്ടുന്നു, രണ്ടാം പാദത്തിൽ $10.1 ബില്യൺ നെറ്റ് ഇൻകം, $19.6 ബില്യൺ വരുമാനം, 500% ലാഭവളർച്ചയും 140% വിൽപ്പന വളർച്ചയും സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഗ്ലൈക്കോൾസ് 26 വിമാനങ്ങൾ പ്രഖ്യാപിച്ചു. ദുബായ്, മസ്കറ്റ്, ജഡ്ഡ, ഡൽഹി, മുംബൈ, കൊച്ചി, ബാംഗ്ലൂർ പ്രധാന നഗരങ്ങളെ. വേദാന്ത ബോർഡ് മാർച്ച് 23 2025 മുതൽ 26 വരെ FIY മൂന്നാമിടക്കാല ഡിവിഡൻഡ് പരിഗണിക്കും. റെക്കോർഡ് തീയതി മാർച്ച് 28. മാർച്ച് 19 മുതൽ 25 വരെ ട്രേഡിംഗ് വിൻഡോ ക്ലോസും. കഴിഞ്ഞ 12 മാസത്തിൽ 23 രൂപ ഓഹരി ഡിവിഡൻഡ് നൽകി. നിലവിലെ യീൽഡ് ഏകദേശം 3.4%. ഓഹരി വില 679 രൂപ. ഡിവിഡൻഡ് REC ലിമിറ്റഡ് നാലാം ഇടക്കാല ഡിവിഡൻഡ് 3 രൂപ 20 പൈസ പ്രതി ഓഹരി. റെക്കോർഡ് തീയതി മാർച്ച് 20, 2026. ഇന്ത്യ ഗ്ലൈക്കോൾസ് ലിമിറ്റഡ് ഇടക്കാല ഡിവിഡൻഡ് 7 രൂപ 50 പൈസ പ്രതി ഓഹരി. റെക്കോർഡ് തീയതി മാർച്ച് 23, 2026. മംഗളൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് 4 രൂപ ഇടക്കാല ഡിവിഡൻഡ്. റെക്കോർഡ് തീയതി മാർച്ച് 11, 2026. ബോണസ് ഇഷ്യൂസ്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ബോണസ് 3:1. റെക്കോർഡ് തീയതി മാർച്ച് 20, 2026. സിവിൽ ആവിയേഷൻ മന്ത്രാലയം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. യാത്രക്കാരുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്താൻ. പ്രധാന മാറ്റങ്ങൾ: 60% വിമാന സീറ്റുകൾ ഫ്രീ. കുടുംബങ്ങൾക്ക് ചേർന്നിരിക്കാൻ ഉറപ്പ്. മാർച്ച് 2026 ലേറ്റിൽ നിരവധി IPOകൾ. സ്പെഷ്യാലിറ്റി മെഡിസിൻസ്, സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർച്ച് 20 മുതൽ 24 വരെ സബ്സ്ക്രിപ്ഷൻ. മാർച്ച് 30 ലിസ്റ്റിംഗ്. 117 മുതൽ 124 വരെ രൂപ. 163 മുതൽ 172 വരെ രൂപ. ടിപ്കോ എഞ്ചിനീയറിംഗ് മാർച്ച് 23 മുതൽ 25 വരെ. ഏപ്രിൽ 1 ലിസ്റ്റിംഗ് 84 മുതൽ 89 വരെ രൂപ. സായി പാരൻട്രൽസ് പവറേക്ക മാർച്ച് 24 മുതൽ 27 വരെ. ഏപ്രിൽ 2 ലിസ്റ്റിംഗ് 372 മുതൽ 392 വരെ രൂപ. 375 മുതൽ 395 വരെ രൂപ. ടാറ്റ സ്റ്റീൽ ഡൊമസ്റ്റിക് യൂണിറ്റുകൾ NINL ലയിച്ചു. റോ മെറ്റീരിയൽ ഉറപ്പാക്കാൻ, ഇന്ത്യയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ. അന്താരാഷ്ട്ര വിഭാഗത്തിൽ $2 ബില്യൺ നിക്ഷേപം. കടം പരിപോഷണവും യൂറോപ്പിലെ ഗ്രീൻ ട്രാൻസിഷൻ. ആമസോൺ USPS ഡെലിവറികൾ 2/3 കുറയ്ക്കും. ഓട്ടം വരെയുള്ള ഡെലിവറി സ്ട്രാറ്റജി മാറ്റം. USPS കഴിഞ്ഞ വർഷം 1 ബില്യൺ പാക്കേജുകൾ കൈകാര്യം ചെയ്തു. ഏകദേശം 15% മൊത്തം വരുമാനം നഷ്ടപ്പെടും. ഉപഭോക്താക്കൾക്ക് ഡെലിവറി സ്പീഡ്സ്, ചെലവ്. റൂറൽ ഷിപ്മെന്റുകളിൽ മാറ്റം സാധ്യത. ഇന്ത്യയുടെ നെറ്റ് നേരിട്ടുള്ള നികുതി ശേഖരണങ്ങൾ 7.2% വർദ്ധിച്ച് 22.80 ട്രില്യൺ രൂപ ആയി. കോർപ്പറേറ്റ് നികുതി ശേഖരണങ്ങൾ റീഫണ്ടുകളിൽ നിന്ന് നെറ്റ് 10.92 ട്രില്യൺ രൂപ ആയി. വർഷം 12.77% വർധനവോടെ. എന്നാൽ നോൺ കോർപ്പറേറ്റ് നികുതി, പ്രധാനമായും വ്യക്തിഗത വരുമാന നികുതി 11.32 ട്രില്യൺ രൂപ ആയി. 2.7% വർദ്ധിച്ചു. അഡ്വാൻസ് നികുതി ശേഖരണങ്ങൾ 11.13 ട്രില്യൺ രൂപ ആയി. കോർപ്പറേറ്റ് അഡ്വാൻസ് നികുതിയിൽ 9.54% വർധനവിന്റെ ഫലമായി. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് STT ശേഖരണങ്ങൾ വർഷം 4.94% വർദ്ധിച്ച് 55,717 കോടി രൂപ ആയി. വ്യക്തിഗത വരുമാന നികുതിയുടെ ഫലങ്ങൾ ക്രമത്തിൽ പ്രതിഫലിക്കും. US ഫെഡറൽ റിസർവ് മാർച്ച് 18, 2026 നടന്ന 2 ദിവസത്തെ FOMC മീറ്റിംഗിന് ശേഷം അതിന്റെ ബെഞ്ച്മാർക്ക് പലിശ നിരക്ക് 3.5% മുതൽ 3.75% വരെയിൽ മാറ്റമില്ലാതെ നിലനിർത്തി. ഇത് ഈ വർഷം രണ്ടാമത്തെ തവണയാണ് പോസ് ചെയ്യുന്നത്. ഫെഡ് ചെയർ ജെറോം പോവൽ പറഞ്ഞു, US ഇറാൻ സംഘർഷവും എണ്ണവില, പണപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ എന്നിവയിലുള്ള സ്വാധീനവും ഉൾപ്പെടെ ആവർത്തന സാമ്പത്തിക അനിശ്ചിതത്വത്തെ പ്രതിഫലിക്കുന്നതിനാണ് തീരുമാനം. പവൽ തുടർന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിൻഗാമി കെവിൻ വാർഷിനെ മെയ് മാസത്തോടെ സ്ഥിരീകരിച്ചില്ലെങ്കിൽ താൻ പ്രോടൈം ചെയറായി പ്രവർത്തിക്കുമെന്നും പവൽ പറഞ്ഞു. കൂടാതെ തന്റെ അന്വേഷണത്തിന്റെ പൂർത്തീകരണം വരെയും ഫെഡിന്റെ ഗവർണർമാരുടെ ബോർഡിൽ തുടരും. ഗവർണർ എന്ന നിലയിൽ വീണ്ടും ടെർമിന് ശ്രമിക്കുമോ എന്ന് അദ്ദേഹം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഈ മീറ്റിംഗ് US ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഫെഡിന്റെ ആദ്യ യോഗമായിരുന്നു. ഔദ്യോഗികർ പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ, പണപ്പെരുപ്പ പ്രവണതകളും തൊഴിൽ സാഹചര്യങ്ങളും ഉൾപ്പെടെ വിലയിരുത്തി പലിശ നിരക്ക് നിലനിർത്തി.